ഹായ്, നമുക്ക് ദുബായിൽ തൃശ്ശൂർ പൂരം കാണാൻ പോയാലോ? നമ്മളെ പ്രാഞ്ചി ഏട്ടൻ പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരം അതേ ദുബായിൽ വെച്ച് നടന്നതാണ് കേട്ടോ. ഡിസംബർ 2-ാം തീയതി എത്തിസലാത്ത് അക്കാഡമിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ വെച്ച് ഒരു ഡെമോ എന്ന് വേണമെങ്കിൽ പറയുക. തൃശ്ശൂർ പൂരത്തിന്റെ തനിമ ഒട്ടും ചോരാതെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. കൽവിളക്കാണെങ്കിലും ഇലഞ്ഞിത്തറയാണെങ്കിലും കൊടിമരമാണെങ്കിലും അതുപോലെ പ്രോഗ്രാംസ് നമുക്ക് അതേ തനിമയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. ചെണ്ടമേളവും ചിങ്കാരിമേളവും കാവടിയും കോലങ്ങളും കുറെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് തൃശ്ശൂർകാരുടെ വൈബാണ് കേട്ടോ. അത് ഒന്നൊന്നര വൈബാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളത് കണ്ട് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നുള്ളതാണ് വാസ്തവം. പ്രായഭേദമന്യേ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് അത് കേട്ടോ. നമ്മള് ദുബായിൽ ഇത്രത്തോളം മലയാളികൾ പങ്കെടുത്ത് വേറെ പ്രോഗ്രാം ഒന്നും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. അത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പാർക്കിങ്ങിനാണെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയത് തന്നെ കേട്ടോ. അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു. വെറുതെ അല്ല നമ്മളെ ദുബായ് കൊച്ചു കേരളം എന്ന് പറയുന്നത് കേട്ടോ. കൂടുതലും മലയാളികളാണെന്ന് തോന്നുന്നത് ദുബായില്. അത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ടിൽ നമ്മളെ കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ മെയിൻ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയിലും റേറ്റിലും നമുക്ക് കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അവിടുത്തെ വൈബും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ടായ നമ്മളെ ഗജവീരന്മാരായ ആനക്കുട്ടപ്പന്മാരെ കാണാൻ പറ്റി എന്നുള്ളതാണ്. നമ്മള് കേരളത്തിലെ ഉത്സവത്തിന് മാത്രമല്ലേ നമ്മൾ ആനകളെ കാണാറുള്ളൂ, എന്നാൽ ദുബായിലും കാണാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ പറയാനുള്ളത് നമ്മളെ സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. നമ്മള് മിഥുൻ ആങ്കറിങ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. ഒരുപാട് ഗസ്റ്റുകളെ കാണാൻ പറ്റി. മെയിൻ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അപർണ ബാലമുരളി ആയിരുന്നു. നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ DJ പ്രോഗ്രാംസ് ആണെങ്കിലും പിന്നെ മെയിൻ കിടുക്കാച്ചി ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ വിധുപ്രതാപിന്റെ ഗാനസദ്യ എന്ന് വേണേൽ പറയാം. നമ്മളെ പിടിച്ചു നിർത്തുന്ന ഫുൾ വൈബിൽ എനർജറ്റിക്കിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന പ്രോഗ്രാമാണ് കേട്ടോ വിധുപ്രതാപിൻ്റെത്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.